ഹലോ എവ്രി വൺ, വെൽക്കം ടു ജ്യോതി ഡിസൈൻസ്. നമ്മൾ ഇന്ന് കുറച്ച് ഡ്രസ് കോഡ് സാരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെമി സിൽക്കിലും ടിഷ്യൂ സിൽക്കിലും അങ്ങനെ രണ്ട് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഡ്രസ് കോഡ് സാരീസ് ആണ് കാണിക്കുക. പലതും പല പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള പ്രൈസ് ആണ് പറയുക. നിങ്ങൾ ഇനി ഡ്രസ് കോഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക, അപ്പം 5 പീസസോ 10 പീസസോ അങ്ങനെ ഡ്രസ് കോഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇതാണ് അതിനകത്ത് ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത്. ഇത് സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് ഫുൾ ഇങ്ങനെ വീവ് ചെയ്ത് വന്നിട്ടുള്ള കോപ്പറിഷ് വീവ് ചെയ്തിട്ടുള്ള സാരിയാണ്. ഇതിന്റെ പ്രൈസ് 878 ആണ്. ഡ്രസ് കോഡ് ആയിട്ട് വരുമ്പോൾ ഇതിനകത്ത് റേറ്റിൽ വ്യത്യാസം വരുന്നതായിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. പ്രൈസ് ഡ്രസ് കോഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രൈസ് കുറവുണ്ടാവും. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഒരു പീച്ചിന്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഫുള്ളി കോപ്പറിഷ് വീവ് ആണ്. ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പോലത്തെ പാറ്റേണിലേക്ക് കോപ്പറിഷ് വീവ് ആണ് ചെയ്തിട്ടുള്ളത്. ബോർഡേഴ്സിലേക്കും ഇങ്ങനത്തെ ഒരു കോപ്പറിഷ് വീവ് ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡും സെയിം വിഡ്ത്തിൽ വന്നിട്ടുള്ള ബോർഡേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവും ഫുള്ളി വീവ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള പല്ലുവാണ് സാരിക്കുള്ളത്. ഇതാണ് സാരിയുടെ പല്ലു വരും. ഫുൾ കോപ്പറിഷ് വീവ് ചെയ്തിട്ടുള്ള പല്ലു. ഇതാണ് ബ്ലൗസ്. ബ്ലൗസിനകത്ത് ആ ഒരു വീവിൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഒരു ഡയഗണൽ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു വീവ് വിത്ത് ബോർഡേഴ്സ്. നമുക്ക് ആ ഒരു സാരിയുടെ ബോർഡർ തന്നെയാണ് വന്നിട്ടുള്ളത്. 878 878 ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് 2-3 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അടുത്തത് വന്നിരിക്കുന്ന ഒരു പർപ്പിളിന്റെ ഷെയ്ഡിലാണ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. നിങ്ങൾക്കിത് എത്ര പീസസ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരിക. ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ബ്ലൗസിലേക്ക് വരുമ്പോൾ ഒരു ഡയഗണൽ ഷേപ്പിലാണ് അതിൻ്റെ ഒരു വീവ് വരുന്നത്. വിത്ത് ബോർഡേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു ടീൽ ബ്ലൂ കളറാണ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. എല്ലാം നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് ആണ്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതെല്ലാം 878 ആണ് പ്രൈസ് വരുന്നത്. ഇനി ഈ ഒരു ടീൽ ബ്ലൂ തന്നെ വേറൊരു ഡിസൈനിൽ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ കാണിച്ച ഡിസൈൻ അല്ല, എന്നും ഡിസൈനിൽ മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ട്. പ്രൈസ് സെയിം തന്നെയാണ്, 878 തന്നെ. ഡിസൈനിൽ ടീൽ ബ്ലൂ നമുക്ക് 2 ഡിസൈനിൽ അവൈലബിൾ ആണ്. ഇതാണ് അടുത്ത ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതാണ് ബോഡി പാർട്ടിലെ വീവ് വരുന്നത്. ഇത് പല്ലുവിലെ വീവാണ്. ഇതാണ് സാരിയുടെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ബ്ലൗസിലേക്ക് ബോഡി പാർട്ടിൽ നിന്നും ചെറിയ ഡിഫറൻസ് വന്നിട്ടുള്ള ഒരു വീവും ബോർഡേഴ്സും ആണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം 878 പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ള സാരീസ് ആണ്. ഇനി സിൽക്കിന്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ് നമ്മൾ ഇനി കാണിക്കുക. ഇത് 1198 1198 പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ള സാരിയാണ്. ഇത് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു വീവിങ്ങിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. വൺ സൈഡിൽ വിട്ട് കൂടിയ ബോർഡേഴ്സും മറ്റേ സൈഡിൽ വിട്ട് കുറഞ്ഞ ബോർഡേഴ്സും ആണ് ഈ ഒരു സാരിക്ക് കൊടുത്തിട്ടുള്ളത്. 1198 പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ള സാരിയാണ്. ഇതാണ് അതിൻ്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. വൺ സൈഡിൽ വിട്ട് കുറഞ്ഞിട്ടും മറ്റേ സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് വിട്ട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതാണ് ബോഡി പാർട്ടിലെ വീവ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. 1198 ആണ് പ്രൈസ്. ഇതിനെല്ലാം ഡ്രസ് കോഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രൈസ് കുറയുന്നതായിരിക്കും. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇതാണ് പല്ലു വരുന്നത്. ഇതാണ് സാരിയുടെ ബ്ലൗസ്. ബ്ലൗസ് വരുമ്പോൾ ബോഡി പാർട്ടിൽ നിന്നും ചെറിയ ഡിഫറൻസ് വന്നിട്ടുള്ള ഒരു വീവാണ് ബ്ലൗസിൽ കൊടുത്തിട്ടുള്ളത്. വിത്ത് ബോർഡേഴ്സ് ആണ് വരുന്നത്. 1198 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ്. ഒരു മജന്ത ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സെമി സിൽക്കിൽ തന്നെ കോൺട്രാസ്റ്റ് ബോർഡർ കോൺട്രാസ്റ്റ് പല്ലു കോൺസെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് വന്നിരിക്കുന്ന. ഒരു യെല്ലോ വിത്ത് റാണി പിങ്ക് കോമ്പിനേഷൻ ആണ് സാരി വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സാരി. കുറച്ച് ബ്രൈറ്റ് ആയിട്ടൊക്കെ നമുക്ക് ഡ്രസ് കോഡൊക്കെ പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു സാരിയൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്.
ഇത് വരുമ്പോൾ ഒരു ഗ്രീനിഷ് യെല്ലോ വിത്ത് ബോർഡറിൽ റാണി പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. സാരിയുടെ ബോഡി പാർട്ടിൽ കൂടെ ഇങ്ങനത്തെ ഒരു ടെമ്പിൾ പാറ്റേണിലുള്ള ടെമ്പിൾ ഡിസൈൻ അങ്ങനത്തെ ഒരു വീവാണ് ഫുള്ള് സാരിയുടെ ബോഡി പാർട്ടി വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്, അതുപോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്. പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കുത്തി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരുന്നോളും. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് ആണ് രണ്ട് സൈഡ്സിലും കൊടുത്തിട്ടുള്ളത്. റാണി പിങ്ക് കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. റിച്ചായിട്ട് വീവ് ചെയ്തിട്ടുള്ള ഒരു പല്ലുവാണ് സാരിക്കുള്ളത്. റാണി പിങ്ക് ഷെയ്ഡിലാണ്. ഇതൊക്കെ സിംഗിൾ പീസ് ആയിട്ട് നമുക്കൊരു വെഡിങ് ഒക്കേഷൻ ഒക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതാണ് പല്ലു വരുന്നത്. ഞാൻ ബ്ലൗസ് വരുമ്പോൾ ആ ഒരു റാണി പിങ്ക് കളർ ബോഡി പാർട്ട് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് നമുക്ക് സ്ലീവ് കൊടുക്കാവുന്ന രീതിയിൽ ബോർഡേഴ്സ് ചെയ്തിട്ടുള്ള ബ്ലൗസ് ആണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1198 1198 പ്രൈസ് റേഞ്ചിലാണ് സാരി വന്നത്. നല്ല ഭംഗിയുള്ള സാരി. നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. 1198 ആണ് പ്രൈസ്. ഇതാണ് സാരിയുടെ പല്ലു. റിച്ച് ആയിട്ടുള്ള പല്ലുവാണ് കൊടുത്തിട്ടുള്ളത്. 1198 ആണ്. ഡ്രസ് കോഡ് ആയിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. 1198 ആണ് പ്രൈസ് വരിക. ഇത് നമുക്ക് ഒരു ഷെയ്ഡിൽ കൂടെ അവൈലബിൾ ആണ്, ഒരു കോമ്പിനേഷനിൽ കൂടെ അവൈലബിൾ ആണ്. അടുത്തത് വന്നിരിക്കുന്ന ഒരു പിങ്ക് വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ആണ്. ഇങ്ങനെയാണ് അടുത്ത കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഒരു ലാവൻഡർ പിങ്ക് വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ആണ്. ഇത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇതിലേക്കും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയുള്ള ഒരു വീവാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലു ഫുള്ള് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. then ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ ബോഡി പാർട്ട് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡേഴ്സ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതും എല്ലാം 1198 1198 പ്രൈസ് റേഞ്ചിൽ ചെയ്തിട്ടുള്ള സാരിയാണ്. അങ്ങനെ വരും. 1198 ആണ് പ്രൈസ് വരിക. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മസ്റ്റർഡ് യെല്ലോ വിത്ത് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ ആണ്. ഇതൊരു ബഡ്ജറ്റ് പ്രൈസിലുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. 768 768 പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് വന്നിട്ടുള്ള സാരിയാണ്. ഇത് സാരിയുടെ പല്ലുവാണ്. പല്ലുവിലും ഫുള്ള് കോപ്പറിഷ് വീവ് ചെയ്തിട്ടുള്ള പല്ലുവാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സാരിയുടെ ബോഡി പാർട്ട് വരിക. ബോഡി പാർട്ടിലേക്ക് വരുമ്പം ആ ഒരു യെല്ലോ ഷെയ്ഡ്, അതിലേക്ക് ഇങ്ങനെ സ്ക്വയർ പാറ്റേണിൽ കോപ്പറിഷ് വീവാണ് ചെയ്തിട്ടുള്ളത്. ബോർഡേഴ്സ് ബോട്ടിൽ ഗ്രീൻ കളർ വന്നിട്ട് അതിലേക്കും ഒരു സ്ക്വയർ പാറ്റേണിൽ കോപ്പറിഷ് വീവാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതേ തന്നെ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ ഒരു സെൽഫ് ഡിസൈനും കൂടെ, സെയിം കളറിൽ തന്നെ ഒരു സെൽഫ് ഡിസൈനും കൂടെ വരുന്നുണ്ട്. ദെൻ സാരിയുടെ ബ്ലൗസ് വരിക ഇതാണ്. ഫുൾ കോപ്പറിഷ് വീവ് ചെയ്തിട്ടുള്ള ബ്ലൗസാണ്. ബ്രൊക്കേഡ് വീവ് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് വരുന്നത്. ഇതാണ് ബ്ലൗസ് വരിക. 768 ആണ്, 768 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നല്ലൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചാണ്. സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിനകത്ത് വന്നിട്ടുള്ള ഒരു സാരിയാണ്. ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള സാരിയാണ് വന്നിരിക്കുന്നത്. 878 878 പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ള സാരിയാണ്. ഒരു പീച്ച് ഷെയ്ഡിനകത്ത് വന്നിട്ടുള്ള സാരിയാണ്. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇങ്ങനത്തെ ഫുൾ വലിയ ഡിജിറ്റൽ പ്രിന്റ് ആണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് പല്ലു വരിക. പല്ലുവിലേക്ക് വലിയ വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ദെൻ ബോഡി പാർട്ടിലേക്ക് വരുമ്പം ഇതാണ്. ബോഡി പാർട്ട് വരുമ്പോൾ ചെറിയ പ്രിന്റ് ആണ് ബോഡി പാർട്ട് മെയിൻ ഏരിയയിൽ എന്ന് വെച്ചാൽ ബോർഡേഴ്സിൽ കൂടെ ഇങ്ങനെ വലിയ വലിയ പ്രിന്റും ബാക്കി ചെറിയ ചെറിയ പ്രിന്റും ആണ് ചെയ്തിട്ടുള്ളത്. ടിഷ്യൂ സിൽക്ക് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരിക. ആ ഒരു ലീഫിന്റെ പ്രിന്റ് ചെറിയ രീതിയിൽ ചെറുതായിട്ട് കൊടുത്തിരിക്കുന്ന ബ്ലൗസ് ആണ്. ഫുള്ളി പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ബ്ലൗസ് ആണ്. ടിഷ്യൂ സിൽക്ക് ആണ് ഫാബ്രിക്. ലൈറ്റ് വെയിറ്റ് ആണ് സാരി വരിക. ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള സാരി. ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡിനകത്തേക്ക് മൾട്ടി കളറിലുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് വരുമ്പോൾ 878 878 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്.
ഇതൊക്കെ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് വന്നിട്ടുള്ള മെറ്റീരിയൽസ് സാരീസ് ആണ്. ഇത് 898 പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ള സാരിയാണ്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ലാവൻഡർ ആണ്. ബോഡി പാർട്ട് ഫുൾ ഇങ്ങനെ ഒരു സിൽവർ വീവാണ് ഫുള്ള് സാരിക്ക് ചെയ്തിട്ടുള്ളത്. സിൽവർ വീവാണ് ബോഡി പാർട്ടിലേക്ക് വരിക. ബോർഡർലെസ് പാറ്റേണിൽ വന്നിട്ടുള്ള സാരിയാണ്. ബോഡി പാർട്ടിലേക്ക് സിൽവർ വീവും, പല്ലുവിലേക്ക് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ വേണമെങ്കിൽ സെയിം ബ്ലൗസ് വെച്ചിട്ട് പെയർ ചെയ്യാം. ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് പെയർ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ വരും സാരി. ലാവൻഡർ ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബോഡി പാർട്ട് വന്നിട്ട് നമുക്ക് സ്ലീവിൽ കൊടുക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസ് ആണ് ഉള്ളത്. 878 ആണ് പ്രൈസ് വരിക. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇത് നമുക്ക് 2 ഷെയ്ഡ്സിലാണ് 4 ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് ഷെയ്ഡ് വരുമ്പോൾ പീച്ചിൻ്റെ ഒരു ഷെയ്ഡാണ്, ഒരു ഡാർക്ക് പീച്ച് കളറാണ് വന്നിട്ടുള്ളത്. സെയിം പാറ്റേൺ ആണ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. എല്ലാം 878 അല്ല 898 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇപ്പോൾ എല്ലാം ബോർഡർലെസ് പാറ്റേൺ ആണ്. കോൺട്രാസ്റ്റ് ബ്ലൗസ് വെച്ച് വേണമെങ്കിലും. ഇതാണെങ്കിൽ അടുത്ത ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ലൈറ്റർ ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. 898 ഫുള്ളി സിൽവർ വീവ് ആണ് ചെയ്തിട്ടുള്ളത്. പല്ലു വരുമ്പോൾ ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് വന്നിരിക്കുന്ന ഗ്രീനിൻ്റെ ഷെയ്ഡാണ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം 898 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ അടുത്ത സാരി വന്നിരിക്കുന്നത്. ഇതും സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് വന്നിട്ടുള്ള സാരിയാണ്. ഒരു ഒനിയൻ പിങ്ക് കളറിനകത്താണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അതിലേക്കൊരു ലീഫിൻ്റെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് സാരി. ബോർഡർലെസ് പാറ്റേൺ വന്നിട്ട് അതിലേക്കൊരു ലീഫിൻ്റെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പല്ലു വരുമ്പം പല്ലുവിൻ്റെ എൻ പോർഷനിലേക്ക് ഇങ്ങനെ വലിയ ലീഫാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിലുള്ള ലീഫിലേക്ക് ലീഫ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരിക. ദെൻ ബോഡി പാർട്ട് ഫുള്ള് ഇങ്ങനത്തെ ചെറിയ ചെറിയ ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് സാരിയുടെ ബോഡി വരിക. ഇതാണ് ബ്ലൗസ് വന്നേക്കുന്നത്. ബ്ലൗസ് വരുമ്പം ആ ഒരു ചെറിയ ചെറിയ ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് ബ്ലൗസിലേക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോർഡേഴ്സ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ള ബോർഡേഴ്സുമാണ്. ഇതിന്റെ പ്രൈസ് വരിക 798 ആണ്. ഇതെല്ലാം നിങ്ങൾ ഡ്രസ് കോഡ് ആയിട്ട് അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും പ്രൈസിൽ ഡിഫറൻസ് വരുന്നതായിരിക്കും, പ്രൈസ് കുറയുന്നതായിരിക്കും. വീഡിയോയിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് നമ്മുടെ സ്റ്റോറിൽ വന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ഡ്രസ് കോഡ് ആയിട്ട് ഇതെല്ലാം നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എത്ര പീസസ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.